ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നൊരു സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിൻ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം റെസിൻ ആർട്ടെന്ന് പറയുമ്പോൾ ആർക്ക് വേണേലും ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ആക്ച്വലി എന്ത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന്. അപ്പോൾ ഞാൻ ഈ മിക്സ് ചെയ്ത് എടുക്കുന്നത് റെസിൻ ഹാർഡനറും റെസിൻ സൊല്യൂഷനും കൂടെ 2:1 റേഷ്യോയിലാണ് ഞാൻ എടുക്കുന്നത്. പലതിനും പല റേഷ്യോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പം ആ ബോട്ടിലിൽ തന്നെ അതിൽ കാണും എന്താണ് അതിൻ്റെ റേഷ്യോ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇങ്ങനെ കുറേ നേരം മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബബിൾ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ്. ബബിൾ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം മിക്സ് ചെയ്ത് സെറ്റിലാക്കാൻ വെച്ച് കഴിഞ്ഞാൽ സെറ്റിലാകും. അതല്ലെന്നുണ്ടെങ്കിൽ ബബിൾ ഫ്രീ സൊല്യൂഷൻ ഉണ്ട്, 2 ഡ്രോപ്സ് ഒഴിച്ച് കഴിഞ്ഞാൽ ബബിൾ ഫ്രീ ആയിക്കോളും. പിന്നെ ഞാൻ ഈ ഒരു മോൾഡ് എടുക്കുന്നത് ഇതിനകത്ത് വെച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആക്ച്വലി ഈ ഇയറിങ്ങിന് ബേസ് ഉണ്ട്, ഷെല്ല് പോലത്തെ മൾട്ടി കളേർഡ് ബേസും ഒരു ബ്ലൂ കളർ ബേസുമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു 3 പെയർ ഓഫ് ഇയറിങ്സ് ആണ് എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് പെൻഡൻറ്റിൻ്റെ ഒരു ഷെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് ഫ്ലോറിൽ നിൽക്കത്തില്ല, അല്ലെങ്കിൽ ടേബിളിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു മോൾഡ് എടുത്ത് അതിനകത്തോട്ട് വെക്കും. അപ്പോൾ കുറച്ചൊന്ന് ഒട്ടിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വേറെ ഒന്നുമില്ല, ഇതിനകത്തോട്ട് ഞാൻ നേരെ ആക്കി വെച്ചിട്ട് ഇതിനകത്തോട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ റെസിനെടുത്ത് ഒഴിക്കാൻ പോവുകയാണ്. നിറച്ചൊഴിക്കുന്നില്ല, ഞാനൊരു 1/4 ഒഴിക്കുകയാണ്. 1/4 ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ലെയറായിട്ടൊന്ന് സെറ്റിലാകാൻ വെയിറ്റ് ചെയ്യും. ഒന്ന് സെറ്റിലായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കണം. ഈ റെസിൻ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവണം. അപ്പം നമുക്ക് കുറച്ച് നേരം സെറ്റിലാവാൻ വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് ലൈക്ക് 1 or 2 hours വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവർ അതിനകത്ത് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ ഹീറ്റ് ഗൺ യൂസ് ചെയ്യുകയാണ്. ഹീറ്റ് ഗൺ യൂസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കുകയാണ്. ഡ്രൈ ആക്കിയിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ഫ്ലവർ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ അതിലോട്ട് വെക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് റിയൽ ഡ്രൈ ഫ്ലവറാണ്. നമ്മൾ റിയലായിട്ടുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്ത് എന്തുണ്ടാക്കിയാലും നല്ല ഭംഗിയായിരിക്കും. സോ റിയൽ ഫ്ലവറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 സെറ്റിനും ആവശ്യമുള്ള കൂട്ടത്തെ കളർ ഷെയ്ഡിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫ്ലവർ ഓൾറെഡി. പിന്നെ നമ്മളിപ്പം കുറച്ച് പോലും റെസിൻ ഡ്രൈ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൂക്കൾ അങ്ങോട്ട് വെക്കുമ്പം തന്നെ ഈ പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവും. അപ്പം കുറച്ചെങ്കിലും ഡ്രൈ ആയി കിട്ടുവാണെങ്കിൽ ആ പ്ലേസിൽ നിൽക്കും. ഇത് പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഉണങ്ങി കിട്ടുമ്പം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വെക്കുമ്പം പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ഞാൻ ഈ എടുത്തേക്കുന്ന ഷെല്ലിൻ്റെ കൂട്ടത്തെ ഒരു ബേസാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ക്ലിയർ റെസിൻ ആണ് ഒഴിക്കുന്നത്. കാരണം നമുക്ക് ക്ലിയർ റെസിൻ അല്ലാതെ കളർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷെല്ലിൻ്റെ ബാക്കിലെ ഭംഗി കാണത്തില്ല. ഈ ബ്ലൂ കളർ അല്ലെങ്കിൽ ഈ മൾട്ടി കളർഡായിട്ടുള്ള ഈ കളർ കാണത്തില്ല നമ്മൾ കളർ ഒഴിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാനൊരു ക്ലിയർ റെസിൻ ഒഴിച്ചിട്ട് അതിനകത്ത് ജസ്റ്റ് ഞാൻ ആപ്റ്റായിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വർക്ക്. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് മേക്ക് ഷുവർ നിങ്ങൾ എടുക്കുന്ന റെസിൻ പ്രോപ്പറായിട്ട് മിക്സ് ആയിട്ടുണ്ടോ എന്ന് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം നിങ്ങളുടെ കലാവിരുത് പോലെ ഇരിക്കും. എന്ത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പേർപ്പിൾ ഷെയ്ഡിന് ഒരു പിങ്ക് ഫ്ലവറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പിങ്ക് ഫ്ലവർ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ. കുറച്ചുകൂടെ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു ചെറിയ ഡിപ്പ് കൊടുക്കുമ്പം റെസിനകത്തോട്ട് അതുപോലെ ഞാനൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒന്ന് റെസിനകത്തോട്ട് ഒന്ന് ഇമേഴ്സായി കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടത്തില്ല. പിന്നെ അടുത്തതിനും കൂടെ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അടുത്തതിന് ഞാനൊരു റോസ് പോലത്തെ ഒരു മിനിയേച്ചർ ഒരു ഫ്ലവറാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അത് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് UV റെസിൻ വെച്ച് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് അപ്പം തന്നെ ഡ്രൈ ആയി കിട്ടും. UV ലൈറ്റ് അല്ലെങ്കിൽ UV ലാമ്പ് വെച്ച് കൊടുത്ത് അപ്പം തന്നെ ഡ്രൈ ആയി കിട്ടും. ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഡ്രൈ ആകുമ്പോഴത്തേക്കിനുള്ള വീഡിയോ ഞാൻ വേറെ എടുക്കുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ പറയുന്നതായിരിക്കും. ഞാൻ വീഡിയോ ആയിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് ഞാൻ അടുത്തത് വരുന്നതായിരിക്കും. ബൈ.